സലീം മാലിക് കൂടി നമുക്കൊപ്പം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സലീം മാലിക്. സമാപന ചടങ്ങിൽ ഇന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവല്ലേ മുഖ്യ അതിഥി. കൂടുതൽ വിവരങ്ങൾ അതുപോലെ ആസിഫ് അലിയും ടോവിനോ ഒക്കെ എത്തുന്നുവെന്ന് വിവരങ്ങൾ കിട്ടുന്നു. കൂടുതൽ വിശദാംശങ്ങൾ സമാപന ചടങ്ങിൽ. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ടാഗോർ തിയേറ്ററിലാണ്. ടാഗോർ തിയേറ്ററിലെ കേരള നടനം വേദിയിലാണ് നിൽക്കുന്നത്. മത്സരം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഇന്നത്തെ ദിവസം വളരെ കുറച്ച് വേദികളിൽ മാത്രമാണ് മത്സരമുള്ളത്. അതുകൊണ്ട് തന്നെ പല വേദികളിലും ആ നിലയിൽ ഒരു ആൾക്കുറവുണ്ട്. ഇന്നത്തെ എല്ലാ ആളുകളും അല്പസമയത്തിനകം തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയിലേക്ക് അണിനിരക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം വലിയ പരിപാടി ഇന്ന് സമാപന സമ്മേളനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരുക്കിയിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അത് എല്ലാ ആവേശത്തോടു കൂടി നടന്നൊരു സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. ആ കലോത്സവം അതിന്റെ എല്ലാ നിറവോടും കൂടി തന്നെ സമാപിക്കുക എന്നുള്ള നിലയിൽ തന്നെയാണ് പരിപാടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. ആ ചടങ്ങിൽ മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷനാവും. ഒപ്പം തന്നെ മന്ത്രിമാരുടെ ഒരു വലിയ നിര, ഓരോ മന്ത്രിമാരുടെയും ഒരു വലിയ ക്യാബിനറ്റ് തന്നെ ഒരു ഈ പരിപാടിയിൽ വേദിയിലുണ്ടാവും. മാത്രമല്ല സൂപ്പർതാരങ്ങളായ യുവതാരങ്ങളിലെ സൂപ്പർതാരങ്ങളായ ആസിഫ് അലി, ടൊവിനോ തോമസ് എന്നിവരുടെ ഒരു സാന്നിധ്യം ഈ കലോത്സവത്തിന്റെ സമാപന വേദിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ശ്രദ്ധേയം. മാത്രമല്ല വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം ഇതിന്റെ സംഘാടകനാണ്. ഈ തുടക്കം മുതൽ തന്നെ ഈ കലോത്സവം ഏറ്റവും മികവുറ്റതാകാൻ ഓടി നടന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ ഉൾപ്പെടെയുള്ള ആവശ്യകതകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും കാര്യമാക്കാതെ ഓടി നടന്ന് ഈ പരിപാടി ഗംഭീരമായി സംഘടിപ്പിച്ച വി ശിവൻകുട്ടിയാണ് ഈ സമ്മാനം സ്വർണ്ണക്കപ്പ് സമ്മാനിക്കുന്നത്. സ്വർണ്ണക്കപ്പിനുള്ള ടീമിന് സ്വർണ്ണക്കപ്പ് സമ്മാനിക്കുന്നത്. അത് ഏത് ടീം സ്വർണ്ണക്കപ്പ് നേടും എന്നതിൽ ഇപ്പോഴും ഒരു അവ്യക്തത, ഒരു സസ്പെൻസ് എന്ന നിലയിൽ തന്നെ തുടരുന്നുണ്ട്. ആ സ്വർണ്ണക്കപ്പ് വി ശിവൻകുട്ടി സമ്മാനിക്കും. ഒപ്പം ഈ സിനിമാ താരങ്ങളുടെ ഉൾപ്പെടെ സാന്നിധ്യം ഉണ്ടാകും. കാര്യം ഈ ആദ്യ ദിവസങ്ങളിലൊക്കെ കലോത്സവ വേദിയിലേക്ക്, പ്രധാന വേദിയിലേക്ക് ആളുകൾ എത്തുന്നത് കുറവായിരുന്നെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും ഈ ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നിരുന്നു. ഇന്നലെ വലിയ തിരക്ക്, അതായത് കലോത്സവ വേദിയിൽ അനുഭവപ്പെട്ട ഞായറാഴ്ചയേക്കാൾ വലിയ തിരക്ക് ഇന്നലെ അനുഭവപ്പെടുകയും ചെയ്തു. അതായത് ഓരോ ദിവസം കൂടുന്തോറും കലോത്സവ വേദിയിൽ ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ന് കലോത്സവ വേദിയിൽ സമാപന സമ്മേളനത്തിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ പൂർണ്ണമായും ആ വേദി 15,000-ലധികം പേരെ ഉൾക്കൊള്ളുന്ന ആ സദസ് പൂർണ്ണമായും ഹൗസ്ഫുൾ എന്ന നിലയിലായിരുന്നു. ഇന്നും സമാനമായി തന്നെ വലിയ തിരക്ക് അവിടേക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും ഈ സമാപനവുമായി ബന്ധപ്പെട്ട് ഒരുക്കി കഴിഞ്ഞു. സ്കൂൾ ഏറ്റവും അധികം പോയിന്റ് നേടുന്ന സ്കൂൾ ഏതാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തർക്കവുമില്ലാതെ BSS ഗുരുകുലം ആലത്തൂർ ആ കിരീടം ഉറപ്പിച്ചു കഴിഞ്ഞു. സ്വർണ്ണ കിരീടം ആര് എന്നുള്ളത്, സമാപന സമ്മേളനത്തിൽ സ്വർണ്ണ കിരീടം ആര് വാങ്ങും എന്നുള്ളതിലാണ് ഇപ്പോഴത്തെ ആകാംക്ഷ. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിക്കുകയാണ്. സമാപന സമ്മേളനം വൈകുന്നേരം വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും.